ദൈവേഷ്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവകൃപയിലൂടെയുള്ള ഈ യാത്ര എന്ന ഈ ബൈബിൾ പഠന സീരീസിൽ ഇന്ന് നമ്മൾ ബൈബിളിലെ ഏറ്റവും പ്രചോദനാത്മകമായ ഒരു ജീവിതകഥ പഠിക്കുകയാണ്. യോസഫിന്റെ കഥ. ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് ഈജിപ്തിലെ സിംഹാസനത്തിലേക്ക്, അടിമച്ചങ്ങലകളിൽ നിന്ന് രാജകീയ വസ്ത്രങ്ങളിലേക്ക്, തടവറയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന എല്ലാ ദോഷങ്ങളെയും ദൈവം എങ്ങനെ നന്മയാക്കി മാറ്റുന്നു എന്നതിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യമാണ് ഈ കഥ. യാക്കോബിന്റെ 12 മക്കളിൽ 11-മനായിരുന്നു യോസഫ്. ഉൽപ്പത്തി 37 3 വാക്യത്തിൽ നാം വായിക്കുന്നു, യോസഫ് വാർദ്ധക്യത്തിലെ മകനായകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയങ്കി അവന് ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ യാക്കോബ് തന്റെ പിതാവ് ഇസ്ഹാക്ക് ചെയ്ത അതേ തെറ്റ് ആവർത്തിക്കുന്നത് നാം കാണുന്നു. പക്ഷപാതം. പ്രിയ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളിൽ ഒരാളെ നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം അയാൾക്ക് ഒരു പ്രത്യേക പാരിതോഷം മറ്റാർക്കും നൽകുക എന്നതാണ്. മാതാപിതാക്കൾ ഒരു കുട്ടിയെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് പ്രശംസിച്ചാൽ എന്താണ് ഫലം? തുടർന്നുള്ള ജീവിതത്തിൽ മറ്റു കുട്ടികൾ ആ പരിഗണന ലഭിച്ച കുട്ടിയുടെ ശത്രുക്കളായി തീരും. കുറ്റം ആരുടേതാണ്? ബുദ്ധിശൂന്യരായ മാതാപിതാക്കളുടേതാണ്. യോസഫിന് 17 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവം സ്വപ്നത്തിലൂടെ തനിക്ക് അവന്റെ ജീവിതത്തിൽ പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന കാര്യം വെളിപ്പെടുത്തിയിരുന്നു. പല ചെറുപ്പക്കാരും അശ്ലീല സ്വപ്നങ്ങൾ കാണുന്ന പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരൻ ദൈവത്തോട് പ്രതികരിക്കുന്നവനായി ദൈവത്തിൽ നിന്ന് സ്വപ്നം കാണുന്നത് ആശ്ചര്യകരമാണ്. 37 18 വാക്യത്തിൽ യോസഫിന്റെ ജ്യേഷ്ഠന്മാർ അവനെ കൊല്ലുന്നതിന് പദ്ധതിയിടുന്നത് നാം വായിക്കുന്നു. അവർ പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നമുക്ക് അവനെ കൊന്നു കുഴിയിലിടുക. പക്ഷപാതത്തിന്റെ ഫലമായി യോസഫിന്റെ 10 ജ്യേഷ്ഠന്മാർക്കും അവനെ കൊല്ലുവാൻ തക്കവണ്ണം അസൂയ തോന്നുകയുണ്ടായി. എന്നാൽ പരമാധികാരിയായ ദൈവം ഒരു സഹോദരനിലൂടെ ആ പദ്ധതിക്ക് മാറ്റം വരുത്തി. യോസഫിനെ ആ സമയം അതുവഴി കടന്നുപോയ അടിമക്കച്ചവടക്കാർക്ക് വിൽക്കുന്നതിന് ഇടയാക്കുന്നു. ചോദ്യം ഇതാണ്, അടിമക്കച്ചവടക്കാരെ അപ്പോൾ ആ വഴിയയച്ചത് ആരാണ്? ദൈവം തന്നെ. ദൈവം ആ ഇസ്മായേൽ കച്ചവടക്കാരുടെ യാത്രാ സമയം കൃത്യമായി യോസഫിനെ കൊല്ലുവാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ആകണമെന്ന് നിശ്ചയിച്ചു. മാത്രമല്ല, ആ ഇസ്മായിലിയർ പോകുന്നത് ദൈവം യോസഫിനെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈജിപ്തിലേക്ക് തന്നെയായിരുന്നു. യോസഫിന്റെ ജീവിതത്തിൽ പരമാധികാരിയായ ദൈവത്തിന്റെ ആവർത്തിച്ചുള്ള ഇടപെടൽ നാം കാണുന്നു. പ്രിയരെ, ഈ സത്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആർക്കും അത് തടസ്സപ്പെടുത്താൻ കഴിയുകയില്ല. ബുദ്ധിശൂന്യനായി പ്രവർത്തിച്ച നിങ്ങളുടെ പിതാവിനോ അസൂയ നിറഞ്ഞ സഹോദരന്മാർക്കോ ആർക്കും സാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുവാൻ കഴിയുന്ന ഒരാൾ നിങ്ങൾ മാത്രമാണ്. യോസഫിനെ ഈജിപ്തിൽ എത്തിക്കുക എന്ന ദൈവത്തിന്റെ പദ്ധതി യോസഫിന്റെ സഹോദരന്മാരുടെ അസൂയയെ ഉപയോഗിച്ചാണ് ദൈവം നിവൃത്തിയാക്കിയത്. ഒന്ന് ചിന്തിച്ച്, സഹോദരന്മാർ അവനോട് അസൂയപ്പെടാതെ നന്നായി പെരുമാറിയിരുന്നെങ്കിൽ യോസഫ് ഒരിക്കലും ഈജിപ്തിൽ എത്തുമായിരുന്നില്ല. മറ്റുള്ളവർ നമുക്കെതിരെ പദ്ധതിയിടുന്ന ദോഷകരമായ കാര്യങ്ങൾ പോലും ദൈവം നമ്മുടെ നന്മയ്ക്കും അവിടുത്തെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതുമായി ഉപയോഗിക്കും. ആമേൻ. അധ്യായം 39 നാം ശക്തനും സുന്ദരിയുമായ ഒരു സ്ത്രീയുടെ പ്രലോഭനത്തെ അതിജീവിച്ച ദൈവഭക്തനായ ഒരു ചെറുപ്പക്കാരന്റെ കഥ വായിക്കുന്നു. പൊത്തീഫറിന്റെ ഭവനത്തിൽ യോസഫ് വിശ്വസ്തനായി സേവിച്ചു. എന്നാൽ പൊത്തീഫറിന്റെ ഭാര്യ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിന് അവനെ പ്രേരിപ്പിച്ചു. അസന്മാർഗികത ഒഴിവാക്കുന്നതിന് ഒരേ ഒരു മാർഗമാണുള്ളത്, അതിൽ നിന്ന് ഓടിപ്പോകുക. 1 കൊരിന്ത്യർ 6:18 പറയുന്നു, ദുർനടപ്പിൽ നിന്ന് ഓടിപ്പോകുവിൻ. കൃത്യമായി യോസഫ് ചെയ്ത അതാണ്. അവൻ ഇല്ല എന്ന് പറയുക മാത്രമല്ല, ആ പ്രലോഭനത്തിന്റെ ഉറവിടത്തിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. 10 വാക്യം പറയുന്നു, അവളുടെ സമീപം പോകുന്നത് പോലും അവൻ ഒഴിവാക്കി. ഭവനത്തിൽ അവളും യോസഫും ഒഴികെ ആരും ഉണ്ടാകാതിരുന്ന ഒരു ദിവസം അവൾ അവനെ കിടന്നു പിടിച്ചു. ഇത്തവണ അവൻ തന്റെ പുറം കുപ്പായം അവളുടെ കൈകളിൽ വിട്ടിട്ട് വീടിന് പുറത്തേക്ക് ഓടിപ്പോയി. ചെറുപ്പക്കാരെ, നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ആളുടെ ചുറ്റും നടന്നാൽ നിങ്ങൾക്ക് പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിയുകയില്ല. പ്രലോഭനത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഇത് അവളെ കോപിഷ്ടിയാക്കിയതിനെ തുടർന്ന് യോസഫ് തന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു എന്ന് അവൾ വ്യാജമായി ആരോപിച്ചു. രോക്ഷാകുലനായ പൊത്തീഫർ യോസഫിനെ തടവറയിലാക്കി. യോസഫ് സഹിച്ച കാര്യങ്ങൾ നോക്കുക. തന്റെ സഹോദരന്മാരുടെ അസൂയ, ദുഷ്ടയായ ഒരു സ്ത്രീയുടെ വ്യാജ ആരോപണം, പിന്നീട് തടവറ. ആ കാലഘട്ടത്തിൽ തടവറകൾ എലിയും പാറ്റയും പുഴുക്കളും നിറഞ്ഞ വളരെ മോശമായ ഇരുട്ടറകളായിരുന്നു. എന്നാൽ 21 വാക്യം പറയുന്നത് കേൾക്കുക, ഈ ഇഴജന്തുക്കളോടൊപ്പം യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. അത് എല്ലാറ്റിനെയും വ്യത്യസ്തമാക്കി. ദൈവം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഏത് അസൗകര്യവും ഒരു പ്രശ്നമാവുകയില്ല. അത് മതി. യോസഫിനും അതുമാത്രമാണ് വേണ്ടിയിരുന്നത്. തടവറയിൽ യോസഫിന് വ്യാകുലപ്പെടുവാൻ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ തടവറയിലേക്ക് വന്ന പുതിയ 2 തടവുകാർ വിഷാദിച്ചിരിക്കുന്നത് കണ്ട യോസഫ് തന്റെ സങ്കടമെല്ലാം മറന്നു. 40 വാക്യത്തിൽ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണെന്ന് വിഷാദിച്ചിരിക്കുന്നത്? സ്വന്തം ദുഃഖത്തേക്കാൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിശ്വസ്തരായ തന്റെ ദാസന്മാർക്ക് വേണ്ടി ദൈവം ആശ്ചര്യകരമായ വിധം വാതിലുകളെ തുറക്കും.
അങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ യോസഫിന് കഴിഞ്ഞു. തുടർന്ന് പാനപാത്ര വാഹനത്തിലൂടെ ഫറവോന്റെ സ്വപ്നവും വ്യാഖ്യാനിക്കാനുള്ള അവസരവും ലഭിച്ചു. ദൈവത്തിന്റെ പദ്ധതി സാവധാനം വെളിപ്പെടുന്നു കാണുക. തടവറയിൽ എത്തിയില്ലെങ്കിൽ യോസഫ് പാനപാത്ര വാഹനം കാണുകയും അവനിലൂടെ ഫറവോനെ പരിചയപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെ? സങ്കീർത്തനം 105 അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നു, യോസഫിന്റെ കാലുകളെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ച് ക്ഷതം വരുത്തി. ദൈവം നിശ്ചയിച്ച സമയം വരെയും അത് തുടർന്നു. പിന്നീട് ദൈവവചനം അവനെ സ്വതന്ത്രനാക്കി. ദൈവം കൃത്യസമയം പാലിക്കുന്നു, ഒരിക്കലും വൈകുന്നില്ല. നമ്മുടെ എല്ലാ ശോധനകൾക്കും ദൈവം കൃത്യമായ സമയദൈർഘ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഒടുവിൽ യോസഫ് ഫറവോന്റെ മുമ്പിൽ നിന്നു, ദൈവം കൃത്യമായി ഒരുക്കിയ സമയത്ത്. ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ച യോസഫ് ഈജിപ്തിലെ രണ്ടാമനായി നിയമിക്കപ്പെട്ടു. നാം വിശ്വസ്തരാണെങ്കിൽ ശോധനയുടെ കാലയളവ് കഴിയുമ്പോൾ നാം വിശ്വാസത്തിൽ വളരെ ശക്തരായിത്തീരും. ദൈവം സാത്താന്റെ മേശയെ മറിച്ച് നമുക്കെതിരെ സാത്താൻ പ്രയോഗിക്കുന്ന എല്ലാ ദ്രോഹങ്ങളെയും നമ്മെ ശക്തരാക്കുന്നതിന് ഉപയോഗിക്കുന്നു. ദേശത്ത് ക്ഷാമം രൂക്ഷമായപ്പോൾ യോസഫിന്റെ സഹോദരന്മാർ ഭക്ഷണത്തിനായി അവന്റെ മുമ്പിൽ വന്നു വണങ്ങി. 20 വർഷം മുമ്പ് ദൈവം കൃത്യമായി യോസഫിന് വെളിപ്പെടുത്തിയതുപോലെ ദൈവം തന്റെ വാക്ക് നിറവേറ്റുന്നു. സദൃശ്യവാക്യങ്ങൾ 6 അധ്യായം 6-8 വാക്യങ്ങൾ പറയുന്നു, മടിയ, നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അത് തണുപ്പ് കാലത്തേക്ക് വേണ്ടി വേനൽക്കാലത്ത് തന്റെ ആഹാരം ശേഖരിച്ചു വെക്കുന്നു. ഈ വസ്തുത ആത്മീയ കാര്യങ്ങൾ എടുക്കുക. ദൈവവചനം പഠിച്ച് വലിയ ആത്മീയ സമ്പത്ത് നേടാൻ അവസരമുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ സമയം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അങ്ങനെ ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷം പലവിധ ജീവിത സമ്മർദ്ദങ്ങളാൽ വചന പഠനത്തിന് ആവശ്യമായ സമയം ലഭിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വളരെയധികം ജ്ഞാനം കൈവശമുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ദൈവവചന ജ്ഞാനം നിങ്ങളെ പൂർണ്ണ തൃപ്തനാക്കുമെന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും സാധിക്കും. യോസഫ് തന്റെ സഹോദരന്മാരോട് ദൈവീകമായ രീതിയിൽ ഇടപെട്ടു. 45 അധ്യായം 5 വാക്യത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു, ദൈവം നിങ്ങൾക്ക് മുമ്പായി എന്നെ ഇവിടെ അയച്ചതാണ്. 7 വാക്യത്തിൽ പറയുന്നു, ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ അയച്ചിരിക്കുന്നു. 8 വാക്യത്തിൽ പറയുന്നു, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. 3 പ്രാവശ്യം അവൻ ഇത് ആവർത്തിക്കുന്നു. അവൻ തന്റെ സഹോദരന്മാരോട് പറയുന്നത് ഇതാണ്, നിങ്ങളല്ല എന്നെ ഇശ്മാലിയർക്ക് വിറ്റത്, അത് ദൈവമാണ്. പൊത്തീഫറിന്റെ ഭാര്യയല്ല എന്നെ തടവറയിലേക്ക് അയച്ചത്, അത് ദൈവമാണ്. മുമ്പൊരിക്കൽ അടിമ വ്യാപാരികൾക്ക് വിറ്റ സഹോദരന്മാർക്കായി യോസഫ് ഒരു വിരുന്നൊരുക്കി. തന്നെ പൊട്ടക്കണത്തിലിട്ട സഹോദരന്മാർക്ക് അവൻ ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂപ്രദേശമായ ഗോശാൻ ദേശം നൽകി. അതാണ് ഒരു ദൈവ മനുഷ്യന്റെ അനുഭവം. തന്റെ പിതാവിനോട് യോസഫിനുണ്ടായിരുന്ന വലിയ ബഹുമാനവും നമ്മൾ കാണുന്നു. 46 അധ്യായം 29 വാക്യത്തിൽ യോസഫ് ലോകത്തിലെ തന്നെ 2ാം ഭരണാധികാരിയായിരിക്കെ തന്റെ പിതാവിനെ എതിരേൽക്കുവാൻ ബഹുമാനപൂർവ്വം ഇറങ്ങിച്ചെന്നു. ഒരു ദൈവിക മനുഷ്യൻ തന്റെ മാതാപിതാക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. 50 അധ്യായം 20 വാക്യത്തിൽ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്ന സമാനമായൊരു വാക്യം യോസഫ് പറയുന്നത് നാം കേൾക്കുന്നു. നിങ്ങൾ എനിക്ക് ദോഷം ചെയ്യാൻ ശ്രമിച്ചു, ദൈവമോ അതിനെ ഗുണകരമാക്കി തീർത്തു. ഈ വാക്യം പഴയ നിയമത്തിലെ റോമർ 8:28 തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി തീർത്തുന്നു. ഈ മഹത്തായ സത്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മനുഷ്യനെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ ഈ മനുഷ്യനെ ദ്രോഹിക്കുന്നു എന്നിങ്ങനെ ഒരിക്കലും പറയരുത്. മനുഷ്യർ അങ്ങനെ നിങ്ങളോട് പെരുമാറുവാൻ ദൈവമാണ് അനുവാദം കൊടുത്തത്. നമ്മുടെ എല്ലാ വഴികളിലും മറ്റുള്ളവർ നമ്മളോട് ദോഷം ചെയ്യുമ്പോൾ പോലും ദൈവത്തെ കണ്ടാൽ നമ്മൾ അനുഗ്രഹീതരാകും. അങ്ങനെ നാം ആരംഭങ്ങൾ ഉൽപ്പത്തി എന്ന മഹത്തായ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ അവസാന വാക്യം നോക്കുക. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ആദിയിൽ ദൈവം എന്ന വാക്കുകളിലാണ്. എന്നാൽ അത് അവസാനിക്കുന്നത് ഈജിപ്തിൽ ഒരു ശവപ്പെട്ടി എന്ന വാക്കുകളിലാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമാണത്. എന്നാൽ ഈജിപ്തിലെ ആ ശവപ്പെട്ടിയിൽ നിന്നും ദൈവം വീഴ്ച സംഭവിച്ച മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കി. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പുതിയ ജീവൻ ലഭ്യമാക്കി. ശവപ്പെട്ടിയിൽ കഥ അവസാനിക്കുന്നില്ല, പുനരുദ്ധാനത്തിലാണ് അവസാനിക്കുന്നത്. പ്രിയരെ, വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ പറയും, യോസഫിന്റെ ദൈവം എന്റെയും ദൈവമാണ്. ഞാൻ ദൈവത്തെ എൻ്റെ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുമ്പോൾ എത്ര പേർ എന്നോട് അസൂയപ്പെട്ടാലും എത്ര പേർ എനിക്കെതിരെ ദോഷം ആസൂത്രണം ചെയ്താലും അതൊന്നും എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നതിനുള്ള ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ഇത്തരത്തിൽ വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളോട് ദ്രോഹം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അവരെക്കുറിച്ച് പരാതിപ്പെടാതിരിക്കുക. നിങ്ങളുടെ യശസ്സിനെ പ്രതിരോധിക്കുന്ന പ്രവൃത്തി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം കൃത്യസമയത്ത് തന്നെ നിങ്ങളെ നീതീകരിക്കും. നിങ്ങൾ ദൈവത്തെ എല്ലാ മഹത്വവും നൽകി ആദരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച ദൈവിക പദ്ധതി നിഷ്ഫലമാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. യോസഫിനെ പോലെ നിങ്ങളും ഒരു നാൾ പറയും, നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, ദൈവമോ അത് നന്മയ്ക്കായി മാറ്റി. കുഴിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നിങ്ങളെയും ദൈവം നയിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. കൂടുതൽ ബൈബിൾ പഠനങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തി
നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് കിടക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.